സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മകൾ അമ്മയെ വിഷം കൊടുത്തു കൊന്നു. അയ്യോ, ഈശ്വര, പെറ്റ തള്ളെ സ്വത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കളോ? നീ ഭയങ്കരി, നീ ആള് കൊള്ളാവല്ലോ. അയ്യോ, കഷ്ടം. എന്താടാ, നിന്നെ പട്ടി ഓടിച്ചോ? എന്താണ് കൊണ്ട് കലച്ചോട്ട് ഓടി വരുന്നത്? പട്ടി ഓടിച്ചല്ലമ്മ, ഇതേ ഞാൻ ജോഗിങ് ചെയ്താ. എന്തത് ജോഗിങ്? ഓഹോ, അത് ശരിയല്ല. അതൊക്കെ കാണാത്തൊരു കാര്യമായിട്ട് കൊള്ളാം. കാണാൻ പറ്റിയല്ലോ. അയ്യോ, അമ്മ കാണണമെന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ റൂമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാമ്പപ്പ് ചെയ്യാറുണ്ട്. ആഹാ, ഇതാരറിയുന്നു ഇതൊക്കെ? ഇതെന്തോന്ന്? 98ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മയെ തല്ലിക്കൊന്ന മകൻ. എടാ മഹാഭാവി, സെഞ്ചുറി അടിക്കാനിരുന്നൊരു പാവം തള്ളെ 98ാമത്തെ വയസ്സിൽ കൊന്നിരിക്കുന്നു മോന്. 2 വർഷം കൂടെ നീ ഒരു കരുവാദം കൊടുത്തുവിടായതോടെ അവര് സെഞ്ചുറി അടിച്ചു പോയനേമായിരുന്നല്ലോ. ദൈവമേ, ഇതെന്തോന്ന് കാലം, എന്തോ സ്വന്തം മക്കൾ അമ്മയെ തല്ലിക്കൊല്ലുന്ന കാലം. അടാ പ്രശോഭേ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്തമ്മാ? ഇന്ന് നമ്മുടെ ഹൈദരാബാദിലെ പാർട്ടി വരുന്ന ദിവസം നമ്മുടെ കമ്പനിയുടെ ഇതിനു വേണ്ടിയിട്ട് അറിയാമല്ലോ. നല്ല പാർട്ടി അവര്. നീ അവരുമായിട്ടൊരു നല്ല ലിങ്ക് സ്ഥാപിച്ചെടുക്കണം. അത് ഞാൻ ചെയ്യാം. കാരണം അവരെ നമുക്ക് ആവശ്യമുണ്ട്. മുത്തുവേ, ഒരു നല്ല ഒരു ഗ്ലാസ് പാലെടുത്തതേ അവന് കൊടുക്ക്. എടാ, അവരെങ്ങാണ്ടൊക്കെ ജോഗിങ്ങും ഒക്കെ കഴിഞ്ഞ് ഓടി തളന്ന് കലച്ച് വെതിരിക്കും. ഒരു ഗ്ലാസ് പാല് കൊടുറാ. എന്താ എന്തിനാ ചിരിക്കണേ? പറഞ്ഞോ, നീ എന്തിനു കിണിക്കുന്നേ? കാര്യം പറ. അല്ല വെച്ചമ്മ, നമ്മൾ വല്ലതും വ്യായാമം ചെയ്തെങ്കിൽ നമുക്ക് എടാ ഒരു ഗ്ലാസ് പാല് കുടികളാ എന്ന് പറയാൻ നമുക്ക് ആരുമില്ല. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന സത്യമാണ്. ഇവിടെ ഓരോരുത്തരെ കൈ പൊക്കി കഴിഞ്ഞാൽ വ്യായാമമായി, ക്ഷീണമായി, ഒരു ഗ്ലാസ് പാലായി. വ്യായാമം ചെയ്തിട്ടാണ് വേർത്തേന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദേഹത്ത് മൊത്തം വെള്ളവും കോരി ഒഴിച്ചുകൊണ്ട് വരുന്ന ശീലമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞതാണ്. എടോ, ഇതേ ഞാൻ വെള്ളം കോരി ഒന്നും ഒഴിച്ചല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഓടിയിട്ട് തന്നെ വേർത്തതാണ്. അതുപോലെ തന്നെ ഞാൻ 20-22 പുഷപ്പെടുത്തോണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എന്തോ തള്ളമ്മ. 20 അല്ലപ്പോ 10 വരെ എടുക്കും കൊച്ചമ്മ. അമ്മ തന്നെ ഇനിയും കുറയും അമ്മ. അങ്ങനെ പറയാനൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ 2 പേരും ആ പുഷപ്പ് ഒന്ന് എടുത്ത് കാണിക്കും. എനിക്കിവിടെ കാണാനില്ല. അല്ല, ഈ 2 പേരും ഉദ്ദേശിച്ചാരാണ് എനിക്ക് മനസ്സിലായില്ല. 2 പേരാ, നീയും അവരും. അല്ല കൊച്ചമ്മ, ഞാനേ ഈ അടുക്കളയിൽ ജോലി ഉണ്ടല്ലോ, വേറൊരു അവസരം നമുക്ക്. അതൊക്കെ പിന്നാട്ടടാ. ഒരു ഗ്ലാസ് പാല് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നീ നല്ല ശീലങ്ങളൊക്കെ കളയാതെ ഞാൻ തരാതിനൊക്കെ നീ ആ പുഷപ്പ് ഒന്ന് എടുത്ത് കാണിക്കും. പറ്റിയ സാഹചര്യം അത് തന്നെ. അങ്ങനെ ഇതൊക്കെ ഈസിയാണ്. നമുക്കത് വേറൊരു തവണ ആയി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് ചെയ്ത് നോക്കിയിട്ട് പതിവായിട്ട് ചെയ്ത് 8-10 മതി. അത് ചെയ്. കൊച്ചമ്മ ഒന്ന് എണ്ണി തന്നെ തെറ്റരുത്. ഇല്ല, അയ്യോ, എണ്ണുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റവും കൃത്യമായിട്ട് എടുത്തരാം. തുടങ്ങിക്കോ. ബുദ്ധിമുട്ടുണ്ടായിക്കല്ലേ? ഇല്ല, റെഡി റെഡി പറയട്ടോ. റെഡി. 1 2 3. അയ്യോ, അത് ശരി. അയ്യോ എടാ, എന്താ പറ്റിയത് അവിടെ? പോയാ തീർന്നാ? എത്ര എണ്ണം എടുക്കുമെന്ന് പറഞ്ഞ? 10 എണ്ണം. ദൈവമേ, ജീവനുണ്ടല്ലേ? അങ്ങോട്ട് അനങ്ങുന്നുണ്ട്. ഏതായാലും നീ ഒരു കാര്യം താമസിക്കണ്ട, റെഡി ആയിട്ട് ആഫീസിൽ പോയി ആ ഹൈദരാബാദുകാരെ ഒന്ന് ഡീൽ ചെയ്യാൻ നോക്ക്. മുത്തു, ഏതായാലും വല്ല ജോലിയും ചെയ്യേ. അടുക്കള പണി കിടക്കുന്നു കേട്ടോ. ചുമ്മാ അത് കൊഞ്ചിക്കൊണ്ടിരിക്കാതെ. ദൈവമേ, പിടിക്കണോടാ? വേണ്ട, കപ്പൊക്കെ ഇവിടെ വെച്ചേക്കാം. നീ വരുമ്പോ എടുത്തോണ്ട് വാ. ആവശ്യമില്ലാതെ ഇവന്റെ നമ്പർ നമുക്ക് അറിഞ്ഞൂടെ എന്റെ പൊന്നു പോലെ. എടോ പരട്ട കളവാ, എടുത്ത് കളിച്ച് എങ്ങനെ ഇരിക്കും. എന്തരായിരുന്നു 25 പുഷപ്പ്. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞങ്ങളൊന്ന് വാമപ്പ് ചെയ്യായിരുന്നു. ഇതെന്തുറ്റിയതാ? ഇത് വാം ഡൗൺ. നിങ്ങള് പ്രതീഷിന്റെ റൂമിലോട്ട് പോയെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ട് ചെന്നു. അതിനി സുരഭി പറയാൻ ബാക്കിയൊന്നുമില്ല. അവളെന്തോന്ന് പറയാ? ഞാൻ ഏതാണ്ട് അവരുടെ രഹസ്യം ഒളിഞ്ഞു കേൾക്കാൻ ചെന്നതാണെന്ന്. എന്ത് മോശം? അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പ്രശോഭേട്ടൻ എന്തായാലും ഒരുങ്ങാൻ ചെന്നേ. ഇത് എഴുന്നേറ്റ് പൊക്കോളൂല്ലോ. അത് ബോധം വരും പണിയിട്ട് വെക്കാം. എന്റെ പൊന്നെ, ബോധം കിട്ടതുപോലെ അഭിനയിച്ച നന്നായി, എനിക്ക് മാനം കിട്ടാൻ.
ഈ പുഷപ്പ് ഇത് ആര് കണ്ടുപിടിച്ചത്? മൂക്കിടിച്ച് വീണിട്ട് ഒറ്റ ഒരുത്തം പോലും മൈൻഡ് ചെയ്തില്ല. പാല് തേങ്ങാ കോല. ദൈവമേ.